എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 25ാമത്തെ ദിവസമാണ് നമ്മുടെ സ്പിരിറ്റ് ഓഫ് ശാസ്ത്ര വിജ്ഞാന സീരീസിൻ്റെത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാരതീയ ദർശനത്തിൻ്റെ ത്രിതത്വങ്ങളെക്കുറിച്ചും ത്രിമൂർത്തികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചു. അതുപോലെ തന്നെ ത്രിമൂർത്തി തത്വങ്ങളുടെ സ്ത്രൈന ചൈതന്യങ്ങളെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ രാവിലെ വൃശ്ചിക മാസത്തിൻ്റെ ഈ കുളിരൊക്കെ ഉള്ള ഈ രാവിലെ നിങ്ങൾ അതിരാവിലെ ഇതൊക്കെ എഴുന്നേറ്റ് കേൾക്കാറുണ്ട് എന്ന് പലരും മെസ്സേജ് അയക്കാറുണ്ട്. പേഴ്സണലി അവർക്കുണ്ടായ സന്തോഷം ഒക്കെ അറിയിച്ചിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. പരിപാടിയുടെ നന്മകളും പിന്നെ അതുപോലെ തന്നെ തിരുത്തലുകളും, ക്ലാസ്സിൽ ഇരിക്കേണ്ട വിധം, അതുപോലെ എന്താ പറയുക, ആളുകളെ സംസാരിക്കുമ്പോൾ പറ്റുന്ന ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം വളരെ സൂക്ഷ്മം ഇതൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്കാണ് അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്കാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം അത്രയും ശ്രദ്ധാപൂർവം അവർക്ക് എന്തോ കാര്യം അല്ലെങ്കിൽ അത്രയും താല്പര്യം ഇതിലുള്ളത് കൊണ്ട് മാത്രമാണല്ലോ അവർ ഇത്രയും സൂക്ഷ്മമായി ഇതിനെ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും സന്തോഷമാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അത് വേണ്ടപ്പെട്ടതുമാണ്. കാരണം അതിലൂടെയാണ് നമ്മളും പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുൻപോട്ട് വളരെ മികച്ച രീതിയിൽ നമ്മൾക്ക് ഓരോ പരിപാടികളും അവതരിപ്പിക്കാനുള്ള അവസരം അങ്ങനെ മാത്രമാണ് സൃഷ്ടിക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടിക്ക് നിങ്ങൾ ഒരു ഉപാധിയാകുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അതൊക്കെ ഏറ്റുവാങ്ങാനും അതൊക്കെ വായിച്ച് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാനും വളരെ സന്തോഷം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ പറയുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വര തത്വം എന്താണെന്ന് വളരെ വിശദമായി നമ്മൾ പ്രതിപാദിച്ചു. അതിനുശേഷം ആ ചൈതന്യങ്ങളുടെ സ്ത്രൈണ ചൈതന്യങ്ങളെക്കുറിച്ചും അവരുടെ പരിപൂരകങ്ങളായി ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയെ, ആ ഒരു ചൈതന്യങ്ങൾ, ത്രിമൂർത്തി തത്വങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾക്കുള്ള അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ത്രൈണ ചൈതന്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതായത് ബ്രഹ്മാവിന് സരസ്വതിയും, വിഷ്ണുവിന് മഹാലക്ഷ്മിയും, അതുപോലെ തന്നെ ശിവന് ഗൗരി അല്ലെങ്കിൽ പാർവതി. അപ്പം ശിവൻ അല്ലെങ്കിൽ ശിവനും വിഷ്ണുവും തമ്മിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ ആ തത്വങ്ങളെയും കൂടെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ ഭാരതീയ ചിന്താധാരയിൽ ദേവതകളായ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ചിത്രീകരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു രൂപം പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യാത്മക വശങ്ങളെയാണ് ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത്. ശിവൻ പൊതുവെ ധ്യാനനിമഗ്നനായി ജ്ഞാനം, ശാന്തവും നിഷ്ക്രിയത്വവും ആണ് ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശിവൻ എന്ന തത്വത്തെ സൂചിപ്പിക്കുന്നത്, ശിവനെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ തന്നെ കാണാം സദാ ധ്യാനനിമഗ്നനായിരിക്കുന്ന രൂപത്തിലാണുള്ളത്. അത് എന്തിൻ്റെ പ്രതീകമാണെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, ശാന്തതയുടെ പ്രതീകമാണ്, നിഷ്ക്രിയത്വത്തിൻ്റെ പ്രതീകമാണ്. വിഷ്ണു നേരെ മറിച്ച് ഊർജ്ജസ്വലതയുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഊർജ്ജസ്വലത, കർമ്മങ്ങൾ എന്നിവയെ ചിത്രീകരിക്കുന്നതാണ് ശിവനും വിഷ്ണുവും. അതായത് ശിവൻ ഒരു സ്ഥലത്ത് ധ്യാനനിമഗ്നനായി ശാന്തനായി
ജ്ഞാന രൂപത്തിൽ, ജ്ഞാന സ്വരൂപത്തിൽ നിഷ്ക്രിയനായിരിക്കുന്ന സമയത്ത് മറുവശത്ത് വിഷ്ണു ഊർജ്ജസ്വലനായി പ്രവൃത്തി പദത്തിൽ, കർമ്മപദത്തിൽ കാണുവാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നു. ഏകാഗ്രത, കേന്ദ്രീകൃതമായ അവസ്ഥ, സത്ത അല്ലെങ്കിൽ സാരാംശം, അതുപോലെ തന്നെ ശൂന്യത, ഒരു കേന്ദ്രീകൃത ഫോക്കസ്ഡ് പോയിന്റ്, ബിന്ദു, ഇവയാണ് ശരിക്കും ശിവൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശിവതത്വം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകാഗ്രത, കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകൃതമായ ഒരു പ്രവണത, അതുപോലെ എല്ലാത്തിൻ്റെയും അംശമായിരിക്കുന്ന, സാരാംശമായിരിക്കുന്നത് ശൂന്യത, മഹാശൂന്യത, വോയിഡായിരിക്കുന്നത്, അതുപോലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്നത്. ഇതാണ് ശിവതത്വം. എന്നാൽ മറുവശത്ത് വിഷ്ണു തത്വം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വ്യാപിച്ചു നിൽക്കുന്നത്, പ്രസരിപ്പിക്കുന്നത്, പ്രസരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിപുലമായിരിക്കുന്നത്, വിപുലത, അനന്തത എന്നീ ഗുണങ്ങളെയാണ് വിഷ്ണു തത്വം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ശിവൻ ഒന്നിനെ അവതരിപ്പിക്കുന്നത്, വിഷ്ണു പലരെയും അവതരിപ്പിക്കുന്നത്. ശിവൻ ഒരു അസ്തിത്വത്തിൻ്റെ പ്രകടനത്തിൽ കേന്ദ്രീകൃതമാവുമ്പോൾ വിഷ്ണു ആ ഉത്ഭവിച്ചതിനെ അവതരിപ്പിക്കുകയാണ്. ഓരോ തലങ്ങളിൽ ആ ഉത്ഭവങ്ങളെ, ആ അസ്തിത്വങ്ങളെ അവതരിപ്പിക്കുന്നു. ആര്? വിഷ്ണു. അതായത് എങ്ങനെയാണത്? പലതിനെയുമാണ് വിഷ്ണു അവതരിപ്പിക്കുന്നത്. ശിവൻ ഒന്നിനെ അവതരിപ്പിക്കുമ്പോൾ, ഒരു സൃഷ്ടി, ഒരു രൂപത്തിൽ ശിവൻ സംജാതനാകുമ്പോൾ വിഷ്ണു പലതിലും വ്യാപിച്ച് കിടക്കുന്ന, പല അസ്തിത്വങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന, ഈ ബ്രഹ്മാണ്ടം തികച്ചും എല്ലാ അസ്തിത്വങ്ങളിലും വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യം. ശിവൻ ഏകത്വത്തിനെ അവതരിപ്പിക്കുമ്പോൾ വിഷ്ണു വൈവിധ്യത്തെ അവതരിപ്പിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പശുവിലും ഒരു സൂക്ഷ്മാണുവിലും മനുഷ്യരിലും മറ്റ് ജന്തുജാലങ്ങളിലും ഒക്കെ ബോധമായി ഒരു ഏകത്വ സ്വരൂപം, അവയുടെയൊക്കെ ഒരു ബോധ സ്വരൂപമായിട്ട് ശിവൻ നിൽക്കുമ്പോൾ, കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏകരൂപമാണത്, ഏകത്വം. വിഷ്ണു വൈവിധ്യത്തെ, അതായത് വിവിധ തരം ആക്ടിവിറ്റീസിലൂടെ വ്യാപിക്കുക. സൂക്ഷ്മാണുവിലും അതിൻ്റെ എല്ലാ തലത്തിലും വിഷ്ണു തത്വം ഉണ്ടാവും, മനുഷ്യരിലും അതിൻ്റെ എല്ലാ തലത്തിലും വിഷ്ണു തത്വം ഉണ്ടാവും. അപ്പോൾ തലങ്ങൾ, ഓരോ തലങ്ങളിൽ വ്യത്യസ്ത ഭാവത്തിൽ അത് വ്യാപിച്ച് നിൽക്കുന്നു. അപ്പോൾ വൈവിധ്യത്തെയാണ് വിഷ്ണു അവതരിപ്പിക്കുന്നത്. ശിവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുമ്പോൾ വിഷ്ണു അത് പുറത്തേക്ക് പലതായി ആവിർഭവിക്കുന്നു. ഇതാണ് ശിവനും വിഷ്ണുവും തമ്മിലുള്ള തത്വം. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്നു ശിവൻ, അട്രാക്ഷൻ. വിഷ്ണു എല്ലാത്തിനെയും അവതാര രൂപത്തിൽ, അല്ലെ, നമുക്കിപ്പോൾ വിഷ്ണുവിനെ നോക്കിയാൽ തന്നെ ദശാവതാരങ്ങൾ പലതായി അവതരിക്കുക, പുറത്തേക്ക് ആവിർഭാവങ്ങളാണ് വിഷ്ണുവിന് കൂടുതലും. ശിവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ ശിവൻ സംഹാരമൂർത്തിയാണ്, എല്ലാത്തിനെയും തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ആളാണ്, ലയിപ്പിക്കുന്ന ആളാണ്. എന്നാൽ വിഷ്ണു നേരെ തിരിച്ചിട്ടാണ്, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുക, വ്യത്യസ്തമായ തലത്തിൽ, വ്യത്യസ്തമായ രൂപത്തിൽ, വ്യത്യസ്തമായ അസ്തിത്വങ്ങളിൽ വ്യാപിച്ചിരിക്കുക, ആവിർഭവിച്ചിരിക്കുക. അങ്ങനെ ശിവനും വിഷ്ണുവും ഇടയിൽ, അല്ലെങ്കിൽ തമ്മിൽ, അവർ പ്രപഞ്ചത്തിൻ്റെ അവബോധവും ദേശസങ്കല്പവും, അതായത് സ്പേസും കോൺഷ്യസ്നെസ്സുമായിട്ടാണ് ശിവനും വിഷ്ണു ഇരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ പിണച്ച് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിലായിട്ട് ബ്രഹ്മാവിനെയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ, ഇവർ മൂന്നും കൂടെ ചേരുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരു ക്രമം നിലനിർത്തുന്നു. ഇവർ മൂന്ന് പേരും ചേർന്ന് കഴിഞ്ഞാൽ, ഈ മൂന്ന് തത്വവും ചേർന്ന് കഴിഞ്ഞാൽ, ഒരു തത്വം എന്താണ്? അവബോധം, കോൺഷ്യസ്നെസ് ആയിട്ട്, അതിനെയാണ് നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ഒരു ഏക സ്വഭാവത്തിൽ വസിക്കുന്നയാൾ. വിഷ്ണു നേരെ തിരിച്ചിട്ട് എല്ലാ അസ്തിത്വങ്ങളിലും വൈവിധ്യമായി വ്യാപിച്ച് കിടക്കുന്ന ഒരു തത്വം. അതാണ് വിഷ്ണു തത്വം. ഈ രണ്ട് തത്വത്തിൻ്റെയും നടുവിൽ സൃഷ്ടി എന്നുള്ള അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് വേണ്ട ആകാശതത്വം എന്നുള്ള സ്പേസ്, അല്ലെ, ദേശതത്വം എന്നുള്ള ബ്രഹ്മാവ്, ഇവർ മൂന്നും കൂടെ ചേരുമ്പോൾ പ്രപഞ്ചത്തിനെ, ഈ ബ്രഹ്മാണ്ടത്തിനെ ഒരു ക്രമത്തിൽ നിലനിർത്തുന്നു. ആ ക്രമത്തിനെ നിലനിർത്തുന്നതിന് വിളിക്കുന്ന പേരാണ് ഋതം.
ഋതം ച സത്യം ചാഭീദാ തപസോ ധ്യജായത. കേട്ടിട്ടില്ലേ വേദത്തിലെ ഋഗ്വേദത്തിലെ മന്ത്രം എന്താണ്? ഋതം ച സത്യം ചാഭീദാ തപസോ ധ്യജായത. ബ്രഹ്മാണ്ടം ഉണ്ടായതിനെ പറ്റി പറയാണ്. ഋതം, ആ സത്യമായ ഋതത്തിൽ നിന്ന്. ഏത് ഋതം? ഈ ബ്രഹ്മാണ്ടത്തിനെ ക്രമത്തിൽ നിലനിർത്തുന്ന ആ ഋതം അല്ലേ, ആ ഋതത്തിൽ തപസ് കൊണ്ട് ധ്യജായത പ്രപഞ്ചമുണ്ടാവും. അപ്പോൾ ആ ക്രമം, ആ സംഭവിപ്പിക്കുന്ന ഒരു ശ്രേണി അല്ലേ, സംഭവങ്ങൾ ഉൽപാദനം അല്ലെങ്കിൽ സൃഷ്ടിപരമായ ഒരു ശ്രേണിയാണ് നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ സൃഷ്ടികളെല്ലാം നോക്കിയാൽ അതൊരു ചെയിൻഡ് പ്രോസസ്സായിട്ട് കാണാം. ഒരു ചെയിൻ റിയാക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് പോയി മറ്റൊന്നാവുന്നു അല്ലേ, മറ്റൊന്ന് പോയി വേറൊന്നാവുന്നു എന്ന് പറയുന്ന പോലെ ഒരു ചെയിൻഡ് ഒരു ശ്രേണി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു ക്രമമായ രൂപം എന്നാണ് ഈ ഋതം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. ഋത എന്ന ധാതുവിൽ നിന്നാണ് ഋതം എന്ന പദം അല്ലെങ്കിൽ എന്ന വാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് സിമ്പിളായി പറഞ്ഞാൽ താളം, ഒരു താളം. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രഹ്മാണ്ടത്തിൽ സൂര്യൻ ഉദിക്കുന്നത് കൃത്യമായിട്ട് ഒരു താളത്തിലാണ്. ആ താളത്തിന് നമ്മൾ 24 മണിക്കൂർ അല്ലേ, സൂര്യൻ 12 മണിക്കൂർ ഉണ്ടാവുന്നു, 12 മണിക്കൂർ ചന്ദ്രൻ ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ് അവിടെ ഒരു താളം ജനറേറ്റ് ആവുന്നു. അവർ രണ്ടും ഒരു താളത്തിനനുസരിച്ചിട്ടാണ്. ഈ താളത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഋതം. പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ഋതം. ഇതേ പദം നിങ്ങൾക്ക് അറിയാം, ഋതു. ഋതുക്കൾ ഉണ്ടാവുന്നത് ഒരു ടൈം പീരീഡിലല്ലേ, ഒരു കൃത്യമായ താളത്തിലാണ് അവർ ഈ പ്രപഞ്ചത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? സൂര്യൻ്റെ ചംക്രമണത്തിനനുസരിച്ചിട്ടാണ് ഭൂമിയിൽ ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതൊക്കെ ഒരു താളത്തിൽ നിലനിർത്തുന്നത് ഇവർ 3 പേരുമാണ്. ഈ എല്ലാവരും ചേർന്ന് അല്ലെങ്കിൽ ഈ 3 തത്വവും ചേർന്ന് അവരെ പ്രപഞ്ചത്തിൻ്റെ ധർമ്മം, പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം, പ്രപഞ്ചത്തിൻ്റെ ലക്ഷണം, പ്രപഞ്ചത്തിൻ്റെ ഗുണം, പ്രപഞ്ചത്തിൻ്റെ വശങ്ങൾ, തത്വങ്ങൾ ഇവയൊക്കെ ഒരു ക്രമത്തിൽ രൂപപ്പെടുത്തും. അതിൽ ആര് പെടും? നമ്മളും പെടും, ഈ ഭൂമിയും പെടും. കാരണം ഈ ബ്രഹ്മാണ്ടത്തിലാണല്ലോ നമ്മളും വസിക്കുന്നത്. അപ്പോൾ ഈ 3 തത്വങ്ങളും കൂടെ ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ പ്രപഞ്ചത്തിനൊരു ധർമ്മം, സ്വഭാവം നിലനിർത്തുക, ഒരു സ്വഭാവം, ഒരു ഗുണം, ലക്ഷണം, അതിൻ്റെ ഒരു തത്വം, ഇതൊക്കെ ക്രമം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ത്രിമൂർത്തി തത്വങ്ങൾ. അവയ്ക്ക് അവരുടെ പരിപൂരക തത്വമായ സ്ത്രൈണ തത്വങ്ങളും നിലവിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആകർഷകത്വം അല്ലെങ്കിൽ സംഭ്രമിപ്പിക്കുക അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കുക, ഇതിനെയാണ് ശരിക്കും ശിവനും വിഷ്ണുവും പ്രതീകവൽക്കരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പ്രതീകത എന്താണെന്ന് ചോദിച്ചാൽ ആകർഷകത്വം അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കൽ, ഇന്ദ്രിയ ഗോചരമായ പ്രത്യക്ഷത, ശ്രദ്ധ തിരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന് വിളിക്കും നമ്മളതിൽ. അല്ലെങ്കിൽ അട്രാക്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. തള്ളുക, ഒരാൾ അങ്ങോട്ട് തള്ളുമ്പോൾ ഒരാൾ തന്നിലേക്ക് വലിക്കും. ഇപ്പം വിഷ്ണു എന്ത് ചെയ്യുന്നു? വിഷ്ണു പുറത്തേക്ക് ആവിർഭവിക്കുക, തള്ളുക, പുറത്തേക്ക് പുഷ് ചെയ്യുക. എന്നാൽ ശിവൻ എന്ത് ചെയ്യുന്നു? എല്ലാം തന്നിലേക്ക്. അപ്പോൾ ഒരു പുഷ് പുൾ എന്നുള്ള ഒരു ക്രിയ അവിടെ നടക്കുകയാണ്. ഇതാണ് നമ്മൾ സമുദ്രമഥനത്തിൽ കണ്ടത്, ഒരു പുഷ് ആൻഡ് പുൾ അല്ലേ. ഒരാൾ വലിക്കുമ്പോൾ മറ്റേ ആൾക്കാർ അതിനെ അങ്ങോട്ട് തള്ളണം, അടുത്ത ആളുകൾ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആളുകൾ അങ്ങോട്ട്. ഇതിനെയാണ് മഥനം എന്ന് പറയുന്നത്. അപ്പോൾ ദേവനും അസുരനും തമ്മിലുള്ള ഈ പറയുന്ന ചാക്രികമായ പ്രവർത്തനം അല്ലേ, ഇതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം എന്താണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന, ഈ പുഷ് പുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രതിഭാസം ഈ പ്രപഞ്ചത്തെ തുടർച്ചയായ ഒരു കാരണചക്രത്തിൽ നിലനിർത്തും. പ്രപഞ്ചം ഇങ്ങനെ ചലിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് എന്ത്? നമ്മൾ ഈ പറയുന്ന ശിവനും അല്ലെങ്കിൽ വിഷ്ണു തത്വവും. കാരണം എന്താ? ഒരാളെല്ലാം തന്നിലേക്ക് ആകർഷിക്കുന്നു, മറ്റൊരാൾ ഇതൊക്കെ പുറത്തേക്ക് ആവിർഭവിപ്പിക്കുന്നു. പുഷ് ആൻഡ് പുൾ, അട്രാക്ഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഈ കാര്യം നടക്കുന്നതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ പുരാണത്തിൽ മഥനം എന്ന് പറയുന്നത്. ആ മഥനം നടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ പ്രപഞ്ചത്തെ, ഈ ബ്രഹ്മാണ്ടത്തെ ഒരു കാരണചക്രത്തിലൂടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഭൂമി കറങ്ങുന്നു, അതിന് ചുറ്റും സൗരയൂഥം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ക്ഷീരപഥം ഇതുപോലെ സഞ്ചരിക്കുന്നു ഒരു ദിശയിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഇനിയൊരു താളത്തിൽ, ഒരു ക്രമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെയാണ് നമ്മൾ എന്താ കാരണചക്രം എന്ന് വിളിക്കുന്നത്. ഈ കാരണചക്രത്തിൽ നിലനിർത്തിയിട്ട് ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ നിലനിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് എന്തുണ്ടാവുക? പരിണാമം എന്ന് വിളിക്കുന്ന പ്രതിഭാസം ഉണ്ടാവുക, അല്ലെങ്കിൽ മാറ്റം, അല്ലെങ്കിൽ ക്രമികമായ ഒരു വികാസം ഉണ്ടാവുന്നത്, എവല്യൂഷൻസ് ഉണ്ടാവുന്നത് ഈ പറയുന്ന ക്രമത്തിലൂടെ ഒരു കാരണചക്രത്തിലൂടെ നമ്മൾ വർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്ത് സംഭവിക്കും? പരിണാമം സംഭവിക്കും, അല്ലേ? നമ്മളിപ്പോൾ മനുഷ്യന്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ജനിച്ചു വീഴുന്നു, എന്നിട്ട് അതൊരു ക്രമമായി നമ്മൾ വളരുന്നു, അല്ലേ? ജനിച്ച ഉടനെ നമ്മൾ ഒരു 60 വയസ്സിലേക്ക് വളരുന്നില്ല. കൃത്യമായ ഒരു കാരണചക്രത്തിലൂടെ, കാലചക്രത്തിലൂടെ, ഈ പ്രപഞ്ചത്തിന്റെ താളത്തിലൂടെ പോവാണ് നമ്മൾ. ദിനരാത്രങ്ങളിലൂടെ, ഋതുക്കളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മളും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതോടുകൂടി നമ്മൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രപഞ്ചം പരിണമിക്കുന്നത് പോലെ തന്നെ നമ്മളും പരിണമിക്കുന്നു. അപ്പൊ ഈ പരിണാമം ഉള്ള ആ ഒരു പ്രക്രിയയെ, ഇത് ആണ് ഭാരതത്തിന്റെ യോഗശാസ്ത്ര വീക്ഷണം ലോകത്തോട് വിളിച്ചു പറയുന്നത്. മഥനം, സമുദ്രമഥനം. പാലാഴിക്കടയിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ, ഭൂമിയുടെ സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ ഈ പറയുന്ന അട്രാക്ഷൻ, റിപ്പൾഷൻ, അവിടെ നമ്മൾ ഉപയോഗിച്ചത് ഇന്ദ്രനും വൃത്രനും, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ പല ഇന്ത്യൻ ഇതിഹാസങ്ങളിലും അസുരന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന തന്നിലേക്ക് ആകർഷിക്കുന്നവനായ ശിവനോടാണ് ശരിക്കും എല്ലാ സഹായത്തിനും അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് ഓടിപ്പോവുക. രാവണനൊക്കെ ഓടിപ്പോയ തപസ് ചെയ്തൊക്കെ ശിവന്റെ അടുത്തല്ലേ? അപ്പോൾ അസുരന്മാര് കൂടുതലും എവിടെ പോവും? എല്ലാം തന്നിലേക്ക് വലിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും. ആരുടെ അടുത്തേക്ക്? പരമശിവന്റെ അടുത്തേക്ക് പോകും, അനുഗ്രഹത്തിനും വരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. എന്നാൽ ദേവന്മാര് കൂടുതലും ഓടിപ്പോകുന്നത് വിഷ്ണുവിന്റെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ്? കാരണം ഭാരതീയമായ ഈശ്വരീയ സങ്കല്പങ്ങൾ, അതിൽ ഈ ദിവ്യ തത്വങ്ങൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷ്ണു തത്വങ്ങൾ, ശിവതത്വങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഈ തത്വങ്ങൾ, ആ ഒരു ശൃംഖലയിൽ നിന്ന് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. കാരണം പുരുഷ രൂപമായ, പുല്ലിംഗമായ ദിവ്യ തത്വങ്ങൾ അല്ലെങ്കിൽ പുരുഷ ദേവതാഗണങ്ങൾ, ആ പുരുഷ ദേവതാഗണങ്ങളിൽ നിന്നും സന്തതികളുടെ രൂപത്തിൽ ഉളവാകുന്ന ഒരു പ്രത്യേക ശാഖയുണ്ട്. ഇപ്പം ശിവനായാലും വിഷ്ണുവായാലും അവരുടെ ഒരു സന്തതി പരമ്പര നമ്മൾക്ക് ദർശിക്കാനുണ്ട്. ആ സന്തതി പരമ്പരയുടെ ഉളവാകുന്ന ഒരു ശാഖകളുണ്ട്, അതിനാണ് സന്തതി പരമ്പര എന്നത്. അതിൽ ഒരു ത്രിതത്വം അല്ലെങ്കിൽ ഒരു ട്രിനിറ്റി അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചികമായ തത്വം എന്ന നിലയിൽ ഒരു തലത്തിൽ നമ്മൾക്ക് ഇതിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ തത്വങ്ങൾ പ്രപഞ്ചത്തിന്റെ ക്രമമായ പ്രവർത്തനത്തിന് ഉത്തരവാദികളാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, ലയനം നിർവഹിക്കാൻ 3 പ്രധാന തത്വങ്ങളായ ത്രിമൂർത്തി തത്വങ്ങൾ വസിക്കുമ്പോൾ അത് അവരെന്താണ് ചെയ്യുന്നത്? സൃഷ്ടിക്കുന്നു, സ്ഥിതി നിലനിർത്തുന്നു, ഒരാൾ സംഹരിക്കുന്നു. എന്നാൽ ഈ പ്രപഞ്ചം ഒരു കാരണചക്രത്തിലൂടെ ഇങ്ങനെ ഒരു താളത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇവരുടെ സന്തതി പരമ്പരകളായ ചൈതന്യങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഉത്തരവാദികളാണ്. അപ്പൊ ഈ ത്രിമൂർത്തി തത്വത്തിന്റെയും മറ്റ് ഈ ദിവ്യ തത്വത്തിന്റെയും സ്ത്രീലിംഗ രൂപിയായ അല്ലെങ്കിൽ സ്ത്രൈണ ചൈതന്യങ്ങളായ, നമ്മൾ പത്നിമാരെന്ന് വിളിച്ച തത്വത്തിന്റെ പൂരകവും ഇതിന്റെ വിഭവ സമൃദ്ധമായ വശം പോലെ തന്നെ ഒരേ തലത്തിൽ നിൽക്കുന്നതാണ്. ഈ പറയുന്ന പോലെ ബ്രഹ്മാവിനെ സൃഷ്ടിക്കണമെങ്കിൽ ആ ബ്രഹ്മാവിന്റെ സൃഷ്ടിക്കുള്ള വിഭവം എന്താണ്? അറിവാണ്. അവിടെ സരസ്വതി ആ തലത്തിലുണ്ടാവും. ശിവനാണെങ്കിൽ ഇതൊക്കെ ആവിർഭവിപ്പിക്കണം, പ്രത്യക്ഷപ്പെടുത്തേണ്ട ആളാണ്. അപ്പോൾ പ്രത്യക്ഷപ്പെടുത്തേണ്ട ആളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം? പ്രകടമാവണമെങ്കിൽ അയാൾക്ക് അതിനുള്ള ഊർജം വേണം. ഊർജമായി ശക്തിയാണ് ശിവന്റെ കൂടെയുള്ളത്. വിഷ്ണു ആണെങ്കിൽ സ്ഥിതിയാണ്, ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ ഈ 3 ദിവ്യ തത്വങ്ങൾക്ക് 3 അവരുടെ സ്ത്രൈണ തത്വങ്ങളും കൂടെ നിലവിലുണ്ട്. അപ്പൊ ഈ പറയുന്ന ത്രിമൂർത്തികളുടെയും മറ്റ് ഈ പത്നിമാരെന്ന് വിളിക്കുന്ന അവരുടെ സ്ത്രൈണ ചൈതന്യം അല്ലെങ്കിൽ സ്ത്രൈണ തത്വത്തിന്റെ പൂരകവും അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങളാണ് ശരിക്കും അവരുടെ ഈ ഫെമിനൈൻ എൻറ്റിറ്റി. അപ്പൊ പുല്ലിംഗമായ അല്ലെങ്കിൽ മാസ്കുലിൻ എനർജി അല്ലെങ്കിൽ മാസ്കുലിൻ പ്രിൻസിപ്പിൾ ആയ ഈ പുരുഷ ദേവതകള് അവർ പ്രവർത്തിക്കുകയും അവരുടെ തന്നെ സ്ത്രീലിംഗമായ സ്ത്രൈണ ഭാവത്തിലുള്ള ദേവി രൂപത്തിലുള്ള ദേവതകള് അവരുടെ ഈ പ്രവർത്തനത്തിന് വേണ്ട അടിസ്ഥാനം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. അത് നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ പുരുഷ തത്വത്തിനും സ്ത്രീ തത്വത്തിനും ഇടയിൽ സൂക്ഷ്മവും
ബീജരൂപത്തിലുള്ള തത്വവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഒരുപാട് ഇടപെടലുകൾ നമ്മൾ പുരാണങ്ങളിൽ ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ രസകരമായ ഒരു വശം, ഇപ്പോൾ ഒരു തത്വത്തിൻ്റെ ആഴത്തിലുള്ള ഒരു തത്വത്തിനെ തന്നെ നമ്മളൊന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ, പുരുഷൻ സ്ത്രീ എന്ന തത്വത്തിൻ്റെ ജോഡിയിൽ നിന്ന്, അതായത് ദേവീ ദേവന്മാരുടെ സംഗമത്തിൽ നിന്ന് അല്ലെങ്കിൽ സംയോഗത്തിൽ നിന്ന് നേരിട്ടുള്ള സന്തതികളെ കാണാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർവതി ശിവ സംയോഗത്തിലല്ല ഗണപതി ജനിച്ചത്, അല്ലേ? സ്വന്തം ശരീരത്തിന് സൃഷ്ടിക്കുകയായിരുന്നു. ഇനി കാർത്തികേയനായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ കൂടുതലും നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്, ഈ പ്രധാന തത്വമായ ഈ ബ്രഹ്മാവായാലും ശിവനായാലും വിഷ്ണുവായാലും ഇവരുടെ തത്വ ജോഡിയായ സ്ത്രീ ജോഡിയുമായി ചേർന്നിട്ടല്ല പുത്രന്മാർക്ക് അല്ലെങ്കിൽ സന്തതികൾക്ക് ജന്മം കൊടുത്തത് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതെന്താണ്? ഈ പറയുന്ന പുരുഷ തത്വത്തിൻ്റെയും സ്ത്രീ തത്വത്തിൻ്റെയും സന്തതികൾ എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ജന്മം കൊടുത്തു എന്ന് നമ്മൾ പറയുന്ന ആ ആളുകൾ അല്ലെങ്കിൽ ആ കുട്ടികൾ ദേവീദേവന്മാരുടെ ഈ ജോഡിയുടെ ആരെങ്കിലും ഒരാളുടെ മാത്രം പ്രവൃത്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതായിട്ടാണ് സാധാരണ കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ശിവന്റെ മാത്രം, ഇപ്പം ശിവനും ശക്തിയും ചേർന്നിട്ടല്ല ധർമ്മശാസ്ത്രം ഉണ്ടായത്. അവിടെ ആ ജോഡിയിൽ ശിവൻ മാത്രമാണ് ആക്ട് ചെയ്തിട്ടുള്ളൂ. ആരെ സൃഷ്ടിക്കാൻ? ധർമ്മശാസ്താവിനെ, അയ്യപ്പനെ സൃഷ്ടിക്കാൻ. വിഷ്ണുവിനെ എടുത്താൽ വിഷ്ണുവും ലക്ഷ്മിയും കൂടെ സംയോഗം ചെയ്തിട്ടല്ല അയ്യപ്പനെയോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ സൃഷ്ടിച്ചത്. അപ്പൊ അവിടെ ഈ ദേവതാ ജോഡികൾ എടുക്കുന്ന സമയത്തും അവിടെ രണ്ടുപേരുടെ ആക്ടിവിറ്റി അല്ല, ഓരോ വ്യക്തിഗത തത്വത്തിന്റെ ആക്ടിവിറ്റിയിൽ നിന്നാണ് ഈ സന്തതി പരമ്പര ഉണ്ടായത് എന്ന് കാണാം. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗണേശൻ ശിവന്റെയും ശക്തിയുടെയും പുത്രനാണെങ്കിലും ഐതിഹ്യങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ശക്തി സ്വന്തം ശരീരപദാർത്ഥത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ മകനാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്കന്ദനായാലും കാർത്തികേയൻ, മുരുകൻ എന്നിവരെ ശിവന്റെയും ശക്തിയുടെയും മകനായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ശക്തിയുടെ പങ്കാളിത്തമില്ലാതെ ശിവന്റെ സന്തതിയിൽ നിന്ന് അല്ലെങ്കിൽ ശിവന്റെ ആക്ടിൽ നിന്ന് ജനിച്ച സന്തതിയായിട്ടാണ് ഐതിഹ്യങ്ങളിൽ മുരുകനെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നാരദനായാലും ദക്ഷൻ, 4 സനത്കുമാരന്മാര്, വിവിധ പ്രജാപതികള് എന്നിവരെല്ലാം ഇപ്പം ഇവരൊക്കെ എന്താണ്? ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാര് എന്നാണ് പറയാം. അപ്പൊ ഐതിഹ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? വിഷ്ണു ലക്ഷ്മി ജോഡിക്ക് പ്രത്യേകമായ ഒരു സന്തതി തത്വത്തെയും കണക്കാക്കുന്നില്ല. കാരണം ഭൂമിയിലെ അവതാരങ്ങളിൽ അവർക്ക് സന്തതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിഷ്ണു തത്വത്തിന് ഒരു സന്തതിയെ നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, അല്ലേ? കാരണം നമുക്ക് ബ്രഹ്മാവിന് മാനസപുത്രന്മാരുണ്ട്, ശിവന് ഈ പറയുന്ന പോലെ കാർത്തികനും. അതൊന്നും ഈ പറയുന്ന പോലെ ബ്രഹ്മാവ് സരസ്വതി സംയോഗത്തിൽ നല്ല ഈ പറയുന്ന നാരദനായാലും ദക്ഷനായാലും 4 സനത്കുമാരന്മാരായാലും പ്രജാപതികളൊക്കെ ഉണ്ടായത് അങ്ങനെയല്ല, മാനസപുത്രന്മാരായിട്ടാണ്. ശിവനെ നോക്കിയാലും ഇതന്നെ അവസ്ഥ. ഇനി വിഷ്ണു ലക്ഷ്മി ജോഡികൾക്ക് പ്രത്യേകമായ ഒരു സന്തതി പരമ്പര താത്വികമായിട്ടില്ല, തത്വപരമായിട്ടില്ല. പക്ഷെ ഭൂമിയിലെ അവതാരങ്ങൾക്ക് അവർക്കിപ്പം ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സന്തതി പരമ്പര. അവർക്ക് അവതാരങ്ങളിൽ സന്തതികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പ്രധാന തത്വത്തിൽ അവർക്ക് സന്തതികളില്ല. അപ്പോൾ നേരെ മറിച്ചിട്ട് ശാരീരികമായ സംയോഗങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ നിരവധി ഐതിഹാസികമായ അങ്ങനെയുള്ള വേദികളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളിൽ ജനിച്ച നിരവധി ഇതിഹാസപരമായ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ജന്മങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവതാരങ്ങള് ഒരു തത്വത്തിന്റെ ഒരു ലിംഗത്തിന്റെയോ മാത്രം, അതായത് ഒരു തത്വത്തിന്റെ പുരുഷലിംഗമോ അല്ലെങ്കിൽ സ്ത്രീലിംഗമോ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ പ്രവർത്തനത്തിലൂടെ കണ്ടെത്താവുന്നതായി തോന്നും. ഉദാഹരണത്തിന് ഇപ്പൊ പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, അല്ലെ, കൃഷ്ണൻ, ഇതൊക്കെ ഈ പറയുന്ന പോലെ അവരുടെ പുരുഷ ചൈതന്യവും അല്ലെ ശ്രീകൃഷ്ണന്റെ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ശ്രീരാമന്റെ അച്ഛനും അമ്മയും. അപ്പൊ അങ്ങനെ വരുന്നത് അവതാര പ്രകടനങ്ങളാണ്. ഇത് ഈ പറയുന്ന പോലെ വിഷ്ണുവിന്റെ അവതാര പ്രകടനങ്ങളാണ്. എന്നാൽ വിഷ്ണു എന്ന പ്രധാന തത്വത്തിന്റെ സന്തതി പരമ്പരയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഇനി വേറെയും ആളുകൾ എടുത്തു നോക്കിയാൽ ദത്താത്രേയൻ എന്ന് പറഞ്ഞാൽ 3 തത്വങ്ങളുടെ മാസ്കുലിൻ എനർജി മാത്രം എടുത്തിട്ട് സൃഷ്ടിച്ചതാണ്. അപ്പോൾ ശാരീരികമായിട്ട് ഈ പറയുന്ന 3 പുല്ലിംഗ തത്വത്തിൻ്റെയും ഒരു ഗായത്രി പോലെയുള്ള
കേന്ദ്രീകൃത പ്രാർത്ഥനകളിൽ നിന്ന് ദുർഗ പോലുള്ള ഊർജങ്ങളുടെ ആവിർഭാവം, ഇതൊക്കെ ബ്രഹ്മ തത്വത്തിൻ്റെ മാത്രം ശക്തിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹരിഹരപുത്രൻ ഒരു സന്തതിയായി കണ്ടെത്തുന്നതിൽ അതിശയിക്കേണ്ടതില്ല. കാരണം എന്താണ്? വിഷ്ണുവിൻ്റെ 2 തത്വങ്ങൾ അല്ലേ, അതായത് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും, മോഹിനിയും ശിവനും കൂടി ചേർന്നതാണ് ആര്? ധർമ്മശാസ്ത്രം. മോഹിനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ? ഒരു മന്ത്രവാദിനിയെ പോലെ ആകർഷിക്കാൻ കഴിവുള്ളവൾ. അവളുടെ ആകർഷണം എന്തിനു വേണ്ടിയിട്ടാണ്? സംയോഗത്തിന് വേണ്ടിയിട്ടോ ഇണചേരലിന് വേണ്ടിയിട്ടോ അല്ല. പിന്നെയോ മോഹിനി വശീകരിക്കുന്നത് എപ്പോഴും വേഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ ഈ പറയുന്ന ശാരീരികമായ സംബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല. പിന്നെയോ ഒരു പ്രധാന വിഷയത്തിൽ നിന്ന് ആ വിഷയത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഘട്ടം വരുമ്പോഴാണ് മോഹിനിയുടെ അവതാരങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അതായത് ആ അവസ്ഥയിൽ നിന്ന് ആ ഒരു അസുരനെയോ ദേവനെയോ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റണമെങ്കിൽ ആ എനർജി വരും. ഇതിനെയാണ് ഡിസ്ട്രാക്ഷൻ. ഇപ്പൊ ശാസ്ത്രം പറയുന്ന ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുരാണത്തിൽ ഋഷീശ്വരന്മാർ വിളിച്ച പേരെന്താണ്? മോഹിനി. അപ്പം അട്രാക്ഷൻ വേഴ്സസ് ഡിസ്ട്രാക്ഷൻ എന്താണ് എന്ന് നോക്കിയാൽ വ്യതിചലിക്കുന്നത് എന്നത് ആകർഷണത്തിൻ്റെ ഒരു രൂപകമാണ്. നമ്മൾ സദാ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കുക, അതിനെയാണ് ശരിക്കും പറഞ്ഞത് ആകർഷണം എന്ന് പറയുന്നത്, അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? വ്യതിചലിച്ച മനസ്സ് മറ്റൊന്നിനാൽ ആകർഷിക്കപ്പെട്ട ഒരു മനസ്സായിരിക്കും. ഇപ്പം ഞാൻ കാർ ഓടിച്ച് പോകുന്ന എനിക്ക് പെട്ടെന്ന് റോഡ് സൈഡിലുള്ള എന്തെങ്കിലും കാഴ്ച കണ്ടുപോയാൽ എൻ്റെ മനസ്സ് വ്യതിചലിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഡിസ്ട്രാക്ഷൻ ആക്കാൻ, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുക ആദ്യം, എന്നിട്ട് മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാം. ഇത് വലിയൊരു തത്വമാണ് കേട്ടോ. അത് പ്രാപഞ്ചികമായ തത്വമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഈ മോഹിനിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മുടെ സംസ്കാരത്തിന് നേരെ, നമ്മുടെ ധർമ്മത്തിന് നേരെ വളരെ മ്ലേച്ഛമായിട്ടാണ് ആളുകൾ ഈ ശിവമോഹിനി സംയോഗത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പം മനസ്സ് ഒരു പ്രവാഹത്തിലുള്ള താല്പര്യം നഷ്ടപ്പെടുകയും, അതായത് ഞാനിപ്പോൾ ഒരു കാർ ഓടിച്ച് ഒരു വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സ് ആ ദിശയിൽ നിന്ന് തൊട്ട് ഇടതോ വലതോ ഉള്ള കാഴ്ചകളിൽ മനസ്സ് ഉടക്കി പോയാൽ ഞാൻ എന്ത് ചെയ്യും? തൽക്കാലം ആ പോകുന്ന വണ്ടി കുറച്ച് സൈഡാക്കിയിട്ട് ആ കാര്യം ചെയ്യാനോ ആ കാര്യം മനസ്സിലാക്കുവാനോ വേണ്ടിയിട്ട് സമയം കണ്ടെത്തും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ കാഴ്ച ഏതോ ഒന്നിൽ ഉടക്കി, അട്രാക്റ്റഡ് ആയ കാഴ്ചയിൽ ഉടക്കി. അട്രാക്ഷൻ വന്ന സമയത്ത് എൻ്റെ മനസ്സ് സദാ ഒരു ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സ് അട്രാക്റ്റഡ് ആയപ്പോൾ മെല്ലെ ഡിസ്ട്രാക്ട് ആവാൻ തുടങ്ങി. ആ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മെല്ലെ മാറി സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ആകർഷണം ഒരു തരം വ്യതിചലനമാണ്. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങി പോകും പരമാവധി. എന്തിനാണ്? അവിടെ ഇപ്പോൾ ഒരാൾ, അല്ലെങ്കിൽ ആ കല്യാണ വീട്ടിലുള്ള ആളുകൾ ആ കല്യാണ വീടുമായിട്ട് ബന്ധപ്പെട്ട ഓരോ തിരക്കിലും ഒഴുകിയിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കയറി ചെല്ലുന്ന നിമിഷം അവരെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അവരെ അട്രാക്റ്റഡ് ആവും അല്ലേ? നന്നായി വസ്ത്രം ധരിച്ചു വരുന്ന ഒരു സിനിമാ നടനെ പോലെയോ സിനിമാ നടിയെ പോലെയോ വരുമ്പോൾ അവരെന്താണോ അത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അവരാദ്യം അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ രൂപത്തിൽ ആദ്യം ആകർഷിതമാവും. ആ ആകർഷിക്കപ്പെട്ട അതേ സ്പോട്ടിൽ അയാളുടെ മനസ്സ് മെല്ലെ വ്യതിചലിക്കാൻ തുടങ്ങും അതുവരെ ചെയ്തതിൽ നിന്ന്. അപ്പോൾ ആകർഷണവും വ്യതിചലനവും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അട്രാക്ഷനും ഡിസ്ട്രാക്ഷനും എന്ന് പറയുന്നത് ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അതിനാൽ തന്നെ സമുദ്രമഥനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സമുദ്രമഥനം എന്ന പ്രതീകാത്മക കഥയിൽ അസുരനെ അമൃതിൽ നിന്ന് അകറ്റേണ്ടി വന്നപ്പോൾ, അസുരൻ അമൃത കലശം തട്ടിയെടുത്ത് സ്വന്തമാക്കി വെച്ചപ്പോൾ അത് ഭക്ഷിക്കുന്നതിൽ നിന്ന് അവരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ആര് വരേണ്ടി വന്നു? വിഷ്ണു മോഹിനിയായി വരേണ്ടി വന്നു. കാരണം വിഷ്ണുവിൻ്റെ മോഹിനി അവതാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സദാ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് മോഹിനി അവതാരം ഇല്ലേ? മോഹിപ്പിക്കുന്ന ആകർഷകമായ ഒരു സ്ത്രീ ആയിട്ടാണ്. അപ്പോൾ ആകർഷണം എന്തിനു വേണ്ടിയിട്ടാണ് അവർ നിർവഹിച്ചത്? ഡിസ്ട്രാക്ട് ചെയ്യാം, അസുരന്മാരെ മനസ്സ് വ്യതിചലിപ്പിക്കുക, അവരെന്താണോ ഉദ്ദേശിച്ചത്.
അപ്പൊ അതുപോലെ മനുഷ്യരാശിയെ അവരുടെ നിലവിലെ അജ്ഞതയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ധ്യാന നിമഗ്നനായ ശിവൻ സൂചിപ്പിക്കുന്ന ഒരു ഉയർന്ന ജീവിതം, ഉയർന്ന ബോധം, ഉയർന്ന അറിവ് എന്നിവ നേടുവാനുള്ള വഴികളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആരെയാണ് നമ്മൾക്ക് ആവശ്യം? മോഹിനിയെ ആവശ്യമാണ്. മോഹിനി എന്ന തത്വം, മോഹിനി എന്ന ഊർജം, മോഹിനി എന്ന ചൈതന്യം നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. എപ്പോഴാണോ അജ്ഞതയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് നമ്മളെല്ലാവരും, പ്രപഞ്ചത്തിലെ ബ്രഹ്മാണ്ടത്തിലെ കാഴ്ചകളൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വിഷയസുഖങ്ങൾ അനുഭവിക്കുകയാണ്, യഥാർത്ഥ ബോധം നഷ്ടപ്പെട്ടിട്ട് അനുഭവിക്കുകയാണ്. ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ എന്ത് ചെയ്യും? ശിവഭഗവാൻ അട്രാക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ശിവൻ എന്ന് സൂചിപ്പിക്കുന്ന ആ ഉയർന്ന ബോധത്തിലേക്ക്, ശിവൻ ബോധത്തിലാണല്ലോ, ആ ഉയർന്ന ബോധത്തിലേക്ക്, ഉയർന്ന ജീവിതത്തിലേക്ക്, ഉയർന്ന അറിവിലേക്ക്, അല്ലെങ്കിൽ അറിവ് നേടാനുള്ള വഴികളിലേക്ക് എന്താവണം? ഇപ്പോൾ പോകുന്ന ഞാൻ ആ വഴിയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഈ വഴി വ്യതിചലിച്ച് പോകണം. ആ വ്യതിചലിച്ച് പോകുന്നതിന് മോഹിനിയുടെ കർത്തവ്യം ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഒന്ന് നിർത്തിയിട്ട് അയ്യപ്പനിലേക്ക് മടങ്ങി വരണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ആധുനിക കാലത്ത് അയ്യപ്പൻ മലക്ക് മാലയിടുന്നത് തികച്ചും എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂരിഭാഗം ആളുകൾ ഈ പറയുന്ന പോലെ ജീവിതത്തിൽ ദാരിദ്ര്യമാണ് ഇപ്പോൾ അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പാത, അല്ലെങ്കിൽ അമിതമായ മദ്യപാനം അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത, ലഹരി ഉപയോഗം പോയിക്കൊണ്ടിരിക്കുന്ന പാത. ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് അയാൾ അട്രാക്റ്റഡ് ആവണം. ആരിലേക്ക്? ശബരിമല ശാസ്താവിലേക്ക്, അയ്യപ്പനിലേക്ക് അട്രാക്റ്റഡ് ആവണം. എങ്ങനെ? 41 ദിവസം വ്രതമെടുത്ത് ആ അയ്യപ്പ ചൈതന്യത്തിലേക്ക് അയാളുടെ അട്രാക്ഷൻ കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? അയാൾ നിലവിൽ പിന്തുടരുന്ന ആ ജീവിത രീതിയിൽ നിന്ന് അയാൾ വ്യതിചലിക്കാൻ തുടങ്ങും. ഇതിന് ആരാണ് ആവശ്യം? ആ അയ്യപ്പൻ്റെ ഉള്ളിൽ മോഹിനി ചൈതന്യമാണ് ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ തത്വം എങ്ങനെയാണ് വരുന്നത് എന്ന്? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയ്യപ്പൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും ഒരു കറുപ്പുടുത്ത് മാലയിട്ട് ഇരുമുടി കെട്ടും കൊണ്ടുപോയി ഒരു വിഗ്രഹം കാണുന്നതല്ല. അതിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഒരു തത്വത്തെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വളരെ 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 ശക്തിമത്തായ ഈ കലിയുഗത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ള, കാരണം നമ്മൾക്കറിയാം കലിയുഗത്തിൽ മനുഷ്യൻ്റെ പ്രജ്ഞയുടെ ശേഷി കുറഞ്ഞു പോവും. അങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് മനുഷ്യൻ്റെ ഇച്ഛാശക്തി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ തന്നെ മന്ദരപർവ്വതം പാലാഴി മദനം കടയുന്ന സമയത്ത് മന്ദരപർവ്വതം, ഇച്ഛാശക്തിയാണ് മന്ദരപർവ്വതം അല്ലേ, വിൽ പവർ. ആ വിൽ പവർ മെല്ലെ ചാഞ്ഞു പോവാൻ, ജീവിതമാകുന്ന കടലിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങും. ആ സമയത്ത് അതിനൊരു ഉറച്ച ബേസ്, ആ ഇച്ഛാശക്തിക്ക് ഉറച്ച ഒരു പ്രതലം, അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്ന ആളാണ് ആര്? വിഷ്ണു തത്വം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഈ തത്വങ്ങളായി നമുക്ക് ഓരോ രൂപങ്ങളായി കൂർമാവതാരങ്ങളായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ ചിത്രീകരിച്ച് വരുന്നത്. ഈ പറയുന്ന പോലെ മോഹിനി, നമ്മളിൽ ഏറ്റവും കൂടുതൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയത് ഈ ഒരു മോഹിനിയുടെ അവതാരത്തെ ചൊല്ലിയിട്ടാണ്. കാരണം എങ്ങനെ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് അവർ അധിക്ഷേപിക്കുക. അത് 2-3 കാര്യങ്ങളിലാണ് മറ്റുള്ള മതത്തിലെ കുട്ടികൾ നമ്മളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ഇടിച്ച് താഴ്ത്തുന്ന രീതിയിലാണ് ആ ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തത് പോലും. ഒന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെതും, ഒന്ന് അയ്യപ്പൻ്റെ ജനനത്തിനെ കുറിച്ചിട്ട്, വിഷ്ണുവിൻ്റെ മോഹിനി സങ്കല്പത്തെ കുറിച്ചിട്ടൊക്കെ. ആ സമയത്തൊക്കെ നമ്മൾ നിർഭാഗ്യവശാൽ അതൊക്കെ കേട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കൊതിയാവുന്നു, അന്നത്തെ കാലത്ത് തന്നെ ഈ അറിവൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലോ, അന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ നെഞ്ച് വിരിച്ചുത്തരം പറഞ്ഞു കൊടുക്കാമായിരുന്നു. അപ്പം നമ്മുടെ കുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കാനുള്ള ഒരു ഇട നിങ്ങൾ രക്ഷിതാക്കളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. അവർ അഭിമാനത്തോടെ, സ്വാമി വിവേകാനന്ദനൊക്കെ ചിക്കാഗോയിൽ നെഞ്ച് വിരിച്ച് നിന്നിട്ടാണ് ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ സംസ്കൃതിയെക്കുറിച്ചും ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. കാരണം അതിൽ അദ്ദേഹത്തിന് അവഗാഹമുള്ള അറിവുണ്ടായിരുന്നു, നല്ല ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അയ്യപ്പ മലയ്ക്ക് പോകുമ്പോൾ നമ്മൾ മാലയിടുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മൾക്ക് കഥാരൂപത്തിൽ
പുരാണങ്ങളിലൂടെ ഋഷീശ്വരന്മാർ വെളിപ്പെടുത്തി തന്നത്. നമ്മൾ പക്ഷേ നിർഭാഗ്യവശാല് ഇതൊന്നും ചിന്തിക്കാതെയും ഇതൊന്നും ശ്രദ്ധിക്കാതെയും ഇതൊന്നും പഠിക്കാതെയും വെറും ഒരു വൃശ്ചിക മാസത്തിൽ 41 ദിവസം രാവിലെ എണീക്കണം, കുളിക്കണം, മാല ധരിച്ച് ഈ ഗുരുസ്വാമിയുടെ അടുത്ത് മാല ധരിച്ച് അമ്പല ദർശനം നടത്തി അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കി പോയി വരേണ്ട ഒരു ക്ഷേത്രം മാത്രമാക്കി ശബരിമലയെ മാറ്റുമ്പോഴാണ് ഈ തത്വങ്ങൾ തേച്ചു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് ഈ പറയുന്ന പോലെ പിൽക്കാലത്തുള്ള തലമുറ വരുമ്പോൾ അവരുടെ മുമ്പിൽ അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ വെറുതെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെയും കൂടെ വെറുപ്പിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി പിന്നെ ക്രമേണ ഈ സംസ്കാരത്തിനോട് എല്ലാവർക്കും വിരക്തിയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. അപ്പോൾ അങ്ങനെ പ്രതീകാത്മകമായ കഥയാണ് സമുദ്രമഥനം എന്ന് പറഞ്ഞു. ആ പ്രതീകാത്മകമായ കഥയിൽ അമൃത് കൈക്കലാക്കിയ അസുരന്മാരെ ആ പ്രവണതയിൽ നിന്ന് അവരുടെ ശ്രദ്ധ തെറ്റിച്ച് ലോകത്തിനെ രക്ഷിക്കാൻ ആ അമൃത് കൈക്കലാക്കുവാൻ വേണ്ടി മോഹിനി ചൈതന്യം അവതരിക്കേണ്ടി വന്നു. അതുപോലെ ഇന്ന് കലിയുഗത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവിതത്തിൽ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന കഷ്ടതകളിലും ഒരുപാട് ദാരിദ്ര്യത്തിലും ലഹരി പോലുള്ള മറ്റ് ഒരുപാട് ദുശീലങ്ങളിൽ നിന്നും ഒക്കെ അതൊരു ചര്യയായി പോകുന്ന എനിക്ക് ആ ചര്യയിൽ നിന്ന് വ്യതിചലിക്കണമെങ്കിൽ ആദ്യം അട്രാക്ഷൻ വേണം. ആ അട്രാക്ഷൻ ശിവനാണ്. ആ അട്രാക്ഷൻ ചെയ്തിട്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആളാണ് ആര്? മോഹിനി. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഞാൻ ആ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് മാറി സഞ്ചരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ മാറ്റം അവിടെ സംഭവിക്കും. അപ്പോൾ മനുഷ്യരാശിയെ നിലവിൽ അവർ അജ്ഞതയിൽ സഞ്ചരിക്കുന്ന അവരെ വ്യതിചലിപ്പിച്ച് ധ്യാന നിമഗ്നനായിരിക്കുന്ന ശിവൻ സൂചിപ്പിക്കുന്ന ആ ഉയർന്ന ജീവിതത്തിലേക്ക്, ഉയർന്ന ബോധത്തിലേക്ക്, ഉയർന്ന തലത്തിലേക്ക്, ഉയർന്ന അറിവിലേക്ക്, ഇതൊക്കെ നേടുവാൻ വേണ്ടിയുള്ള വഴികളിലേക്ക് അവരെ ആകർഷിക്കപ്പെടുമ്പോൾ അത് മോഹിനിയാണ് ആ ആകർഷണം നിർവഹിക്കുന്ന ശക്തി. ഇതാണ് മോഹിനിയുടെ അവതാരത്തിൻ്റെ ലക്ഷ്യവും മോഹിനി എന്ന തത്വവും. അപ്പം ഹരിഹരപുത്രൻ, അപ്പം മോഹിനി വരെ വന്നു കഴിഞ്ഞാൽ മോഹിനിയുമായിട്ട് ശിവൻ സംയോഗം ചെയ്യുമ്പോഴാണ് നമ്മൾ പുരാണങ്ങളിൽ ഹരിഹരപുത്രൻ ജനിക്കുന്നത്. അതും നമ്മൾക്ക് നോക്കണം, എന്താണ് ആ തത്വം, എന്തിനാണ് അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ആകർഷണ വികർഷണം, അട്രാക്ഷൻ ഡിസ്ട്രാക്ഷൻ ആയി ചിത്രീകരിക്കപ്പെടുന്ന മോഹിനിയുടെ ഉയർന്ന അവബോധം അല്ലെങ്കിൽ അവബോധം തേടുന്നവനായി ചിത്രീകരിക്കുന്ന ശിവന്റെയും ഐക്യം ആവശ്യമാണ്. എന്നാലാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. ജീവിതത്തിൽ എന്തിനാണ് ഞാൻ മാറേണ്ടത്? ശിവനെ പോലെ ആവണം. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്ന ബോധം, ഉയർന്ന. അപ്പോൾ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് വളരെ താഴ്ന്ന അവസ്ഥയിലാണ്. അപ്പോൾ ആ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ആകർഷണം നേരിട്ട് വ്യതിചലിച്ച് ശിവൻ എന്ന ഉയർന്ന അവസ്ഥയിലേക്ക് പോകണം. ശരിക്കും ഒരു നമ്മളിപ്പോൾ പറയില്ലേ യൂ ടേൺ എന്നൊക്കെ പറയുന്ന പോലെയാണ് അല്ലേ? പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് നേരെ തിരിച്ചു വരാം. അപ്പോൾ ഇത് യൂ ടേൺ അല്ല പറയുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഡിസ്ട്രാക്ട് ആയിട്ട് വേറെ റൂട്ട് എടുത്ത് പോവാം. അങ്ങനെ ശിവന്റെയും മോഹിനിന്റെയും ഐക്യം ആവശ്യമാണ്. അത്തരം ഐക്യം എന്താണ് സൃഷ്ടിക്കുക? ആ രണ്ട് ചൈതന്യം, ആ രണ്ട് തത്വവും നമ്മുടെ മാനസിക തലത്തിൽ പ്രാവർത്തികമാവുമ്പോൾ എന്തുണ്ടാവും? ഒരു പുതിയ തത്വം അവിടെ വരും. ആ തത്വം എന്താണ് ചെയ്യുക? ഈ പറയുന്ന മനുഷ്യരാശിയെ തികച്ചും ജീവിതത്തിൻ്റെ ഉയർന്ന ലക്ഷ്യത്തിലേക്കും ഉയർന്ന ജീവിത രീതിയിലേക്കും നയിക്കും. അതുകൊണ്ടാണ് ധർമ്മശാസ്താവ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആചരണങ്ങളുടെ ഒരു സംഹിതയാണ്. അപ്പൊ അങ്ങനെയുള്ള ആചരണങ്ങളിലേക്ക് ശാസിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നവനായതുകൊണ്ടാണ് ധർമ്മശാസ്താവ്. അടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്, അടിച്ച് പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ അടുത്ത് ബാക്കി എല്ലാ ദേവതകളുടെ അടുത്തും നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും, അയ്യപ്പൻ്റെ അടുത്ത് എക്സ്ക്യൂസ് ഇല്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അയ്യപ്പൻ്റെ അടുത്ത് പിഴച്ചാൽ നല്ല ഏലിന് കിട്ടും അയ്യപ്പൻ്റെ അടുത്തുനിന്ന്. കാരണം എന്താ? അവൻ ധർമ്മം ശാസിക്കുന്നവനാണ് ധർമ്മശാസ്താവ്. അപ്പോൾ ഈ അട്രാക്ഷനിൽ നിന്ന് ഡിസ്ട്രാക്ഷനിലേക്ക് പോയി ശിവൻ എന്ന ഉയർന്ന അവസ്ഥയിലേക്ക് ചെന്ന് ചേരുമ്പോൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ഈ തത്വം കഴിഞ്ഞ മുമ്പേയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 ചക്രങ്ങളിലാണ് ആരുള്ളത്? വിഷ്ണു തത്വമുള്ളത്, ഹരി തത്വമുള്ളത്, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. ഇവിടെയാണ് എൻ്റെ അട്രാക്ഷൻ നടക്കുന്നത്. അട്രാക്ട് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഏതിലേക്കും? ഇവിടുന്ന് അങ്ങോട്ട് അനാഹതം മുതൽ എൻ്റെ ഉയർന്ന തലമാണ്. ആ ഉയർന്ന തലത്തിലേക്ക് എൻ്റെ ജീവാത്മാവിനെ
കൂട്ടിക്കൊണ്ടുപോകുന്ന പണിയാണ് അല്ലെ. എൻ്റെ കുണ്ടലിനിയിൽ ഈ പറയുന്ന പോലെ പതിഞ്ഞ അവസ്ഥയിൽ ജീവിക്കുന്ന, വളരെ താഴ്ന്ന അവസ്ഥയിൽ പതിച്ച അവസ്ഥയിൽ ജീവിക്കുന്ന എൻ്റെ ചൈതന്യത്തെ, എൻ്റെ ജീവാത്മ ചൈതന്യത്തെ എന്ത് ചെയ്യും? ആദ്യത്തെ 3 ചക്രം ആ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് അട്രാക്ട് ചെയ്ത് പിടിച്ച് വേറെ ഒരു ട്രാക്കിലേക്ക് ഗതി മാറ്റി വിടും. മോഹിനി, വിഷ്ണു തത്വം, ഹരി. ട്രാക്ക് മാറ്റി വിടുന്നത് എന്തിനാണ്? ഉയർന്ന തലത്തിലേക്ക് പോവാൻ. ശിവൻ എന്ന ഉയർന്ന ബോധം, ഉയർന്ന അറിവ്, ഉയർന്ന ജീവിത രീതി, ഉയർന്ന ജീവിത ലക്ഷ്യം ഇതിലേക്ക് സഞ്ചരിപ്പിക്കാനാണ്. അതാണ് അടുത്ത 3 ചക്രം. ഇങ്ങനെ പോകുമ്പോൾ ആര് ജനിക്കും? ഈ അടുത്ത 3 ചക്രം കടക്കുമ്പോൾ ഇവിടെ അയ്യപ്പൻ ജനിക്കായി. അയ്യപ്പൻ സഹസ്രാരത്തിന് ജനിക്കായി. അപ്പോൾ അയ്യപ്പൻ എന്തിനാണ് ജനിക്കുന്നത്? അയ്യപ്പൻ ജനിക്കുന്നത് ഈ മാറ്റം കഴിഞ്ഞ് ഈ പറയുന്ന ശിവതത്വത്തിലേക്ക് എത്തിച്ച ആ ജീവാത്മാവിനെ ധർമ്മം, ഉയർന്ന ജീവിത രീതി അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം, ശാസിച്ച് കൂട്ടിക്കൊണ്ടുപോകണം. അതാണ് ധർമ്മശാസ്ത്രം. ഇപ്പം നിങ്ങൾക്ക് തത്വപരമായിട്ട് എങ്ങനെയാണ് അയ്യപ്പൻ്റെ ജനനം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പുരാണ കഥകളിൽ ഈ പറയുന്ന പോലെ നദീതീരത്ത് പിറന്നു വീണു മോഹിനിയും ശിവന്റെയും സംയോഗത്തിൽ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ വെറും അത് കഥയാകിയിട്ടാണ് ഇത്ര കാലവും ധരിച്ചിട്ടുണ്ടാവുക. എന്നാലും നോക്കൂ, നമ്മുടെ ഋഷീശ്വരന്മാര് എത്ര പവിത്രമായി ശക്തമായിട്ടാണ് നമ്മൾക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ മനസ്സിൽ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള തത്വമാണ് വളരെ രസകരമായ കഥയായിട്ട്, പുരാണ കഥയായിട്ട് നമ്മൾക്ക് അയ്യപ്പൻ്റെ കഥ അവതരിപ്പിച്ച് തന്നത്. അപ്പം നമ്മൾ ഈ കഥയിൽ കുടുങ്ങിയിട്ട് നമ്മൾ പറയാം അതെങ്ങനെയാണ്, വിഷ്ണു ആണാണല്ലോ, ശിവൻ ആണാണല്ലോ, പിന്നെ എങ്ങനെയാണ് അവർ രണ്ടാളും കൂടെ സന്ധിച്ചാൽ അയ്യപ്പൻ ഉണ്ടാവുക? ഇതൊക്കെ ശുദ്ധ പോക്രിത്രയല്ലേ, ബോഷ്കല്ലേ എന്നൊക്കെ നമ്മൾ പറയും. അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞത കൊണ്ടാണ് അല്ലേ. ഇത് സൂക്ഷ്മം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതൊക്കെ വളരെ വൃത്തിയിൽ, വളരെ ചിട്ടയോടുകൂടി ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ ഇത് പകർത്തുവാൻ സാധിക്കും. അങ്ങനെ പകർത്തുന്ന ഒരാള് ധർമ്മത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളായിരിക്കും, ധർമ്മിഷ്ഠനായിരിക്കും. അയ്യപ്പനെ പോലെ. അയ്യപ്പൻ ധർമ്മിഷ്ഠനാണ്, അതുപോലെയാവും അല്ലേ. ധർമ്മം പുലർത്തിയിട്ട് യോഗാവസ്ഥയിൽ പോയ ആളാണ്. അപ്പൊ അയ്യപ്പൻ ജനിക്കുന്നത് തന്നെ എന്തിനാണ്? ടു അട്രാക്ട് ആൻഡ് ടു ലീഡ്. നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പൻ ജനിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹരിഹരപുത്രനോ അല്ലെങ്കിൽ ഒരു മണികണ്ഠനോ അല്ലെങ്കിൽ ഒരു അയ്യപ്പനോ മാത്രമേ മഹിഷിയെ അല്ലെ, മഹിഷനെയോ അല്ലെങ്കിൽ മഹിഷിയെ, എരുമ എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ നോക്കിയില്ലേ? അതെന്താ? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ എരുമ സ്വഭാവത്തിനെ അതെന്ത് പ്രതിനിധാനം ചെയ്യും? എന്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? അജ്ഞത, ആലസ്യം, ജഡത്വം, ഈ ക്വാളിറ്റീസ് ആകുന്ന ഈ എരുമ, പോത്ത് പോലെ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പോത്ത് പോലെ കിടന്നു. ആ പോത്തിന്റെ സ്വഭാവമുള്ള നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിത്തത്തിനെ, ആ സ്വഭാവത്തെ നിഗ്രഹിച്ച്, മഹിഷിയെ നിഗ്രഹിച്ച് മനുഷ്യരാശിയെ ധർമ്മശാസ്താവായി, ഗുരുവായി, വഴികാട്ടിയായി മനുഷ്യരാശിയുടെ ധർമ്മവും പ്രപഞ്ചവുമായി നമ്മളെ കൂട്ടിയിണക്കി പ്രപഞ്ചത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് ശരിക്കും ധാർമ്മികത എന്ന് പറയാം, ധർമ്മം. അങ്ങനെ ആ ധർമ്മത്തിൽ നമ്മളും നമ്മുടെ ജീവിത രീതിയും പ്രപഞ്ചത്തിൻ്റെ രീതിയുമായി കൂട്ടി യോജിപ്പിച്ച് സമന്വയിപ്പിച്ച് കൂടുതൽ തത്വാധിഷ്ഠിതവും അതുപോലെ തന്നെ ഫലപ്രദമായ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ കഴിയുന്നത് ആർക്കേ കഴിയൂ? ഇങ്ങനെ ജനിച്ച ആ ചൈതന്യത്തിനോ ആ തത്വത്തിന് മാത്രമേ കഴിയൂ. അപ്പം അതുകൊണ്ട് ഹരിഹരപുത്രൻ, ശബരിമല ശാസ്താവ്, മണികണ്ഠൻ എന്നൊക്കെ വിളിക്കുന്നത് വളരെ ശക്തിമത്തായ ചൈതന്യമാണ്, നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 21ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമായി ഈ ഇതിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല വളരാൻ കാരണമായി. കാരണം ഇന്നത്തെ ആളുകൾക്ക് എന്താണ്, നിങ്ങൾ നോക്കൂ, എത്ര കാലം മുമ്പേ ആണ് ശബരിമല ക്ഷേത്രം അല്ലെങ്കിൽ ഈ ധർമ്മശാസ്ത്ര സങ്കല്പമൊക്കെ ശബരിമലയിൽ വന്നിട്ടുള്ളതൊന്നൊന്ന് ആലോചിക്കൂ. അന്നുള്ള ഋഷീശ്വരന്മാർക്ക് അറിയായിരുന്നു ഇന്ന് വരുന്ന ആളുകളുടെ മനസ്സിൻ്റെ നില, ആ മനസ്സിൻ്റെ നിലയുള്ള ആളുകളെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു ചൈതന്യം ഈ ഭൂമിയിൽ ആവശ്യമാണ്. അതിനൊരു ക്ഷേത്രം അവർ പണി കഴിപ്പിച്ചു കൊടുത്തു. വളരെ 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 ശക്തിമത്തായതും പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം ഇങ്ങനെ തുളുമ്പി വരുന്നതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ, ഭാരതാംബ ലോകത്തിൻ്റെ നെറുകയിൽ വീണ്ടും തിരിച്ചു വീഴും. കാരണം
അവളുടെ പുത്രന്മാര് ക്ഷാത്രവീര്യമുള്ള പുത്രന്മാരാണ്, അമ്മയെ സംരക്ഷിക്കുന്ന പുത്രന്മാരാണ്, അല്ലെ? മറ്റ് സംസ്കാരങ്ങളെ പോലെ അമ്മയെ വിറ്റ് തിന്നുന്ന ആളുകളല്ല. അപ്പൊ നമ്മളും നമ്മുടെ അടുത്ത തലമുറയെ സംരക്ഷിക്കേണ്ടതാണ്. ആ അടുത്ത തലമുറ എന്ന് പറയുന്നത് ഭാരതീയതയാണ്, സനാതന ധർമ്മമാണ്. അപ്പോൾ സനാതന ധർമ്മത്തെ കാത്തു രക്ഷിക്കണമെങ്കിൽ, സനാതന ധർമ്മം ലോകത്തിന് പറഞ്ഞു കൊടുത്ത തത്വങ്ങൾ നമ്മൾ പഠിക്കണ്ടേ? നമ്മൾ എത്ര കാലം ഈ കഥകൾക്ക് പിന്നാലെ കൂടിയിട്ട് അന്ധമായ ആചരണങ്ങളിലും അന്ധമായ ക്ഷേത്ര സന്ദർശനങ്ങളൊക്കെ നടത്തി ഇതാണ് ഭക്തി എന്ന് പറഞ്ഞിട്ട് എത്ര കാലം നിങ്ങൾ മുൻപോട്ട് പോകും? ഉണർന്ന് എഴുന്നേൽക്കേണ്ട സമയമായി. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. അപ്പോൾ ഇനിയും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സർവനാശമാണ്. നമ്മുടെ അമ്മയെ നമ്മൾ തന്നെ ഗുരുതി കൊടുക്കുന്നതിന് തുല്യമാവും. അത് സംഭവിച്ചുകൂടാ. നമ്മളെല്ലാവരും ഉണർന്നെണീക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്കിപ്പോൾ മനസ്സിലായി കൃത്യമായിട്ട്. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വന്നത്, അതിൻ്റെ ആ ഒരു ക്രമം നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡ് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതെന്തിനാണ് ഈ തത്വമൊക്കെ ഈ അയ്യപ്പനുമായിട്ട് കൂട്ടിക്കൊഴിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്? ത്രിമൂർത്തി തത്വമൊക്കെ എന്തിനാണ് വെറുതെ പറയുന്നത്, അല്ലേ? പാലാഴി മദനം മിനിറ്റിന് 10 എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതെന്താണ് കാര്യം? ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി മുതൽ ഇന്ന് ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ആധുനിക ഭാഷയുടെ ആധുനിക ഭാഷയുടെ ലാംഗ്വേജ് കടമെടുത്താൽ തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മനസ്സിന് ആവശ്യമുള്ള തത്വചിന്തയാണ് കഥാരൂപത്തിൽ എത്രയോ കാലം മുമ്പേ ഋഷീശ്വരന്മാർ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഒന്ന് അഭിമാനിക്കൂ നമ്മുടെ ഋഷി പരമ്പരയെക്കുറിച്ച്, നമ്മുടെ പിതൃക്കളെക്കുറിച്ച്. ഇങ്ങനെയുള്ള ഒരു പുണ്യഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ എത്ര ഭാഗ്യ. അതുകൊണ്ടല്ലേ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ടുണ്ടാവുക, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതപി ഗരീയസി, അല്ലെ? പെറ്റമ്മയും പിറന്ന മണ്ണും എന്ന് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ സംസ്കാരം തന്നെയാണ്, സ്വർഗത്തേക്കാൾ മഹത്തരം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ സമയം ഏകദേശം നമ്മൾക്ക് 3/4 മണിക്കൂറാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കമൻസൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏതോ ഒരു ചേട്ടൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വളരെ നല്ല ക്ലാസ്സാണ്, വളരെ ഇൻഫോർമേറ്റീവാണ്, പക്ഷെങ്കിൽ 45 മിനിറ്റിൽ കൂടാതെ ശ്രദ്ധിക്കണം. അപ്പം വളരെ നല്ല നിർദ്ദേശമാണ്. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സമയം ഒരു ഘടകമാവാറുണ്ട്. പക്ഷെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു 41 ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല അയ്യപ്പ ചരിത്രം. ഇനിയും ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. കാരണം അത് ഇനിയും നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വിശദമാക്കാനുണ്ട് പലതും നിങ്ങളോട്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് ഈ 41 ദിവസം മതിയാവില്ല. എന്തായാലും നമ്മൾക്ക് പരമാവധി നോക്കാം. മണികണ്ഠൻ അതിന് സഹായിക്കട്ടെ, അല്ലേ? ധർമ്മശാസ്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം നിർത്തുകയാണ്. നിങ്ങളുടെ ദക്ഷിണ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ദക്ഷിണ എന്താ? ഈ അറിവുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മൾക്കുള്ളത്. അതാണ് നിങ്ങൾക്ക് ഈ ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള ദക്ഷിണ. നിങ്ങളുടെ പ്രവൃത്തിയാണ്, നിങ്ങളുടെ കർമ്മമാണ് ഇവിടെ ദക്ഷിണയായി ഭഗവാന് സമർപ്പിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ.